വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. തീരുമാനത്തിന് ഹൈക്കമാൻഡ് അംഗീകാരം നൽകി. ഘടകകക്ഷികളെയും തീരുമാനം അറിയിച്ചു. വിവരങ്ങളുമായി സജേഷ് ചേരുകയാണ്. സജേഷ്, ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. തീരുമാനം ഏകകണ്ഠമായാണോ? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. സഹ MLA മാർ രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ തുടക്കത്തിൽ ഐ ഗ്രൂപ്പിൽ ഉൾപ്പെടെ ചില ഭിന്നസ്വരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ MLA മാരും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു. അതോടുകൂടിയാണ് രമേശിന്റെ പേര് ഉറപ്പായത്. ഐ ഗ്രൂപ്പിലെ ഭൂരിഭാഗം MLA മാരും ഹൈക്കമാൻഡ് പ്രതിനിധികളോട് രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറഞ്ഞത്. അതോടുകൂടി ഉറപ്പാവുകയായിരുന്നു. ഓരോ MLA മാരിൽ നിന്നും പ്രത്യേകം അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികളായ മുകുൾ വാസ്നിക്കും ഷീലാ ദീക്ഷിതും തേടി. ആ അഭിപ്രായത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ് മുൻതൂക്കം ഉണ്ടായത്. ഐ 12 MLA മാരുണ്ട്. മുരളീധരന്റെ കാര്യത്തിൽ ചില അതൃപ്തികൾ മുരളീധരനുണ്ടായിരുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചേരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിനെ 3 നേതാക്കളും ചേർന്ന് ധാരണയാക്കി. അത് ശരിയായില്ല എന്ന വിമർശനമാണ് മുരളീധരൻ ഉണ്ടായിരുന്നത്. മുരളീധരൻ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തുടക്കത്തിൽ പങ്കെടുത്തില്ല. പിന്നീട് KPC അധ്യക്ഷൻ VM സുധീരൻ നേരിട്ട് ഫോണിൽ വിളിച്ചതിന് ശേഷമാണ് മുരളി യോഗത്തിനെത്തിയത്. രാവിലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ അവസാനിച്ചു. രമേശ് ചെന്നിത്തലയുടെ പേര് ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഘടകകക്ഷികളെയും അറിയിച്ചതിന് ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത്. അഞ്ജു, സജേഷ്, പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ആദ്യം മുതൽക്കേ തന്നെ ഭിന്നത ഉയർന്നിരുന്നു. തീരുമാനം എടുക്കുന്നത് വൈകിയതും അതുകൊണ്ടാണ്. ഇപ്പോൾ ഐ ഗ്രൂപ്പിൽ തന്നെയും ഒരു ഭിന്നത ഉയർന്നിരുന്നു. മുരളീധരനും അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അഞ്ജു, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയെ തന്നെ തിരികെ കൊണ്ടുവരാൻ ആദ്യഘട്ടത്തിൽ എ ഗ്രൂപ്പ് ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരിക എന്ന തരത്തിലായിരുന്നു. എന്നാൽ ഐ ഗ്രൂപ്പ് കർശനമായ നിലപാടെടുത്തു. 12 MLA മാരുടെ പിന്തുണ ഐ ഗ്രൂപ്പിനുണ്ട്. എ ഗ്രൂപ്പിന് പരമാവധി 8 MLA മാരുടെ പിന്തുണ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഈ ഭൂരിപക്ഷത്തിന്റെ രീതിയിൽ വരികയായിരുന്നു. ഇന്ന് പാർലമെന്ററി പാർട്ടി തുടങ്ങിയപ്പോൾ തന്നെ MLA മാരെ ഓരോരുത്തരെയായി വിളിച്ച് ഹൈക്കമാൻഡ് പ്രതിനിധികൾ അഭിപ്രായം തേടി. അതിലും ഭൂരിഭാഗം പേരും രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമാണ് നിന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുമെന്ന് ഉച്ചയോടുകൂടി തന്നെ ആയിരുന്നു. മറ്റ് ഇടപെടൽ ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ MLA മാരുടെ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണയുള്ള രമേശിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ പ്രഖ്യാപനം നടന്നത്. അഞ്ജു, വ്യക്തമാണ്. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വിവരങ്ങളാണ് MR സജേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വേണ്ടത് സംഘർഷമല്ല, പ്രശ്നപരിഹാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിരപ്പള്ളി അണക്കെട്ടിനെ രാഷ്ട്രീയമായാണ് എതിർത്തതെന്ന് മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. അല്ല, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നിലവിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചു പോകണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. തമിഴ്നാടുമായി ഒരു സംഘർഷമല്ല ഈ കാര്യത്തിൽ വേണ്ടത്. തമിഴ്നാടുമായി ചർച്ച ചെയ്ത് പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് തുറന്ന് ശ്രമിക്കേണ്ടതുമാണ്. പുതിയ ഡാം നമുക്ക് ഏകപക്ഷീയമായിട്ട് നിർമ്മിക്കാൻ കഴിയില്ല. നമ്മൾ നിയമസഭ പാസ്സാക്കിയ പ്രമേയത്തിൽ തന്നെ 2 സംസ്ഥാനങ്ങളും കൂടി അംഗീകരിച്ച് പുതിയ ഡാമാണ്. പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നതാണ് നല്ലത്. അതിരപ്പള്ളിയുടെ കാര്യം നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. പാരിസ്ഥിതിക അനുമതി കിട്ടി, പദ്ധതി ആരംഭിക്കാൻ പുറപ്പെട്ടതാണ്. അന്നത്തെ രാഷ്ട്രീയ എതിർപ്പിൻ്റെ ഫലമായി പദ്ധതിയെ തന്നെ എതിർക്കുന്നൊരു നിലപാട് ചിലപ്പോൾ സ്വീകരിക്കാറുണ്ടല്ലോ. അങ്ങനെയൊരു കൂട്ടർ കോടതിയിൽ കേസിന് പോയി. അത് യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക പ്രശ്നമായിരുന്നില്ല, രാഷ്ട്രീയം മനസ്സിൽ വെച്ച് കൊണ്ടുപോയതായിരുന്നു. ഇവിടെയുള്ള ആശങ്ക അത് അവിടുത്തെ വെള്ളച്ചാട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പായാൽ അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു പോകും എന്നൊരാശങ്ക എനിക്കറിയാവുന്നിടത്തോളം വെച്ച് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, അതിരപ്പള്ളി വിഷയത്തിൽ അതിരപ്പള്ളി പദ്ധതിയല്ല മറിച്ച് രാഷ്ട്രീയം മാത്രമാണ് എതിർത്തതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു?
വിഷയത്തിലും ആതിരപ്പള്ളി വിവാദത്തിലും തന്റെ നിലപാട് മുഖ്യമന്ത്രി കൂടുതൽ വിശദീകരിക്കുകയായിരുന്നു. ആതിരപ്പള്ളി കാര്യത്തിലാകട്ടെ താൻ നേരത്തെ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ തന്നെ പാരിസ്ഥിതിക അനുമതി നേടിയിരുന്നു. എന്നാൽ അന്ന് അതിനെ രാഷ്ട്രീയമായി എതിർക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിന്റെ വെള്ളച്ചാട്ടത്തിൽ എന്തെങ്കിലും ഭംഗം വരുമോ എന്ന ആശങ്കയാണുള്ളത്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിലാകട്ടെ ഒരു ഡാം ഏകപക്ഷീയമായി കേരളത്തിന് നിർമ്മിക്കാനാവില്ല. നേരത്തെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അനുസരിച്ചാണെങ്കിൽ പോലും തമിഴ്നാടിന്റെ അഭിപ്രായത്തോടു കൂടി മാത്രമേ ഡാം നിർമ്മിക്കാനാവൂ. അതുകൊണ്ട് തന്നെ തമിഴ്നാടുമായി സംഘർഷമല്ല, ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി പുതിയ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ട്. അവരുമായി ചർച്ച നടത്തും. ജനകീയ വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ സമരസമിതി ചൂണ്ടിക്കാട്ടുന്നതെന്നും പിണറായി വിജയൻ അറിയിച്ചു. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ സംബന്ധിച്ച് ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഏറ്റവും നിർഭാഗ്യകരവുമായി പോയി. കഴിഞ്ഞ അനേക വർഷങ്ങളായി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്താനിടയാക്കിയത് പിതാവിന്റെ അവിഹിത ബന്ധമെന്ന് സൂചന. ഇതേച്ചൊല്ലി അച്ഛനും മകനും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി ഷെറിൻ ജോൺ പോലീസിനോടും ഇക്കാര്യങ്ങൾ സമ്മതിച്ചതായി സൂചന. അമേരിക്കൻ സിറ്റിസണായ ജോയിയും കുടുംബവും വർഷങ്ങളായി അമേരിക്കയിലായിരുന്നു താമസം. കഴിഞ്ഞ 19-നാണ് ജോയിയും ഭാര്യയും നാട്ടിലെത്തിയത്. ഇതിനുശേഷമാണ് നാട്ടിലുള്ള മകൻ ഷെറിനുമായി അച്ഛൻ തിരുവനന്തപുരത്തേക്ക് പോയത്. യാത്രാമധ്യേ അച്ഛനും മകനും തമ്മിൽ വാക്കുതർക്കം രൂക്ഷമായി. അച്ഛന്റെ അവിഹിത ബന്ധമാണ് ഇതിന് കാരണമെന്നും ഇതിനിടയിൽ ജോയി മകൻ ഷാരൂഖിനെ മർദ്ദിക്കുകയും ചെയ്തതായാണ് പോലീസ് പറയുന്നത്. പിന്നീട് വാഹനം നിർത്തുകയും അച്ഛന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ തോക്ക് മകന്റെ കൈവശമെത്തി. പിന്നീട് അച്ഛന്റെ തലയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. പിന്നീട് അച്ഛന്റെ മൃതദേഹവുമായി തിരുവല്ലയിലെത്തി പെട്രോൾ വാങ്ങിയ ശേഷമാണ് ചെങ്ങന്നൂരുള്ള കെട്ടിടത്തിന്റെ ഗോഡൌണിൽ മൃതദേഹം തീയിട്ട് നശിപ്പിച്ചത്. ഇതിനുശേഷം പമ്പയാറ്റിൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഒഴുക്കിക്കളഞ്ഞു. മൃതദേഹത്തിനായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടർന്നു വരികയാണ്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട മകനെ പോലീസ് കോട്ടയത്ത് നിന്നും പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണെന്നും പോലീസ് പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചെങ്ങന്നൂരിൽ മകൻ കൊലപ്പെടുത്തിയ ജോയി ജോണിന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ പമ്പാതീരത്തുനിന്ന് കണ്ടെത്തിയ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജി, പമ്പാതീരത്തുനിന്ന് കണ്ടെത്തിയത് ജോയി ജോണിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ്? അഞ്ജു, ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് പമ്പയുടെ കൈവരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ജോയിയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയത്. കൈയുടെ ഒരു ഭാഗമാണ് പോലീസിന് ലഭിച്ചത്. ഇതിപ്പോൾ പോലീസ് പരിശോധന നടത്തി വരികയാണ്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതിനുശേഷം DNA ടെസ്റ്റ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് ജോയിയുടെ തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു വരുന്നു. ജില്ലാ പോലീസ് മേധാവി ചെങ്ങന്നൂർ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഷാരോൺ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റെല്ലാം തന്നെ സത്യസന്ധമായ മൊഴികളാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. നേരത്തെ വന്നിരുന്ന വാർത്തകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് സാമ്പത്തികമായിട്ടുണ്ടായ ഒരു തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൊല നടന്നതെന്നാണ്. എന്നാൽ പരസ്ത്രീ ബന്ധവുമായി ബന്ധപ്പെട്ട് തന്റെ പിതാവിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ്, അല്ല അത്തരത്തിലുണ്ടായ ഒരു വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസിന് ഷാരോൺ മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. കൂടുതൽ തെളിവെടുപ്പുകൾക്ക് ശേഷം മാത്രമേ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂ. അഞ്ചു വ്യക്തമാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.